Asylum, SSC and RRB എല്ലാവർക്കും നമ്മുടെ വീക്കിലി കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിട്ടുള്ള മേജർ ആയിട്ടുള്ള നമ്മുടെ SSC റെയിൽവേ എക്സാംസിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള മേജർ ഇൻസിഡൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ മുൻ വീക്കുകളിലെ വീഡിയോ കണ്ടിട്ടില്ലാത്ത എല്ലാവരും അത് കണ്ടു നോക്കുക. കാരണം നിങ്ങളുടെ SSC എക്സാംസിനും റെയിൽവേ എക്സാംസിനും ഒക്കെ ഇനി വരാൻ പോകുന്ന എക്സാംസിന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പോകുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണാതിരിക്കുന്നത്. സോ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. റെഡി? അതിനു മുന്നേ എനിക്ക് നിങ്ങളുടെ RRB NTPC നമ്മുടെ NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. എല്ലാവരും അപ്ലിക്കേഷൻ അയക്കുന്നതിന്റെ തിരക്കിലായിരിക്കും. സോ ഇതിന്റെ ഇടയിൽ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെ? സോ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ സിലബസ് ഒക്കെ നോക്കിക്കൊണ്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യം. സോ ഏറ്റവും നല്ല പ്രിപ്പറേഷനായി നിങ്ങൾക്ക് RRB നമ്മുടെ NTPC റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. RRB NTPC റെഗുലർ ബാച്ച് 1.0. സോ ജോയിൻ ചെയ്യുക ഈ ഒരു ബാച്ചിലേക്ക്. 3,999 ആണ് നമ്മുടെ ബാച്ച് ഫീസ് എന്ന് പറയുന്നത്. സോ അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്നാണ് എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡെയിലി CA അപ്ഡേറ്റുകൾ, പോൾസ്, ക്വിസുകൾ, ക്ലാസ് നോട്ട്സ്, യൂട്യൂബ് സെഷന്റെ നോട്ടുകൾ, ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്മുടെ വീക്കിലി കറണ്ട് അഫയർ സെഷനിലേക്ക് നമുക്ക് പോവാം. സോ 24th ഒക്ടോബർ വേൾഡ് പോളിയോ ഡേ. 24th ഒക്ടോബർ എന്ന് പറയുന്നത് വേൾഡ് പോളിയോ ഡേ ആയിരുന്നു. എൻഡ് പോളിയോ, എവ്രി ചൈൽഡ്, എവ്രി വാക്സിൻ, എവ്രിവെയർ എന്നുള്ളതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. സോ ഓൺ വേൾഡ് പോളിയോ ഡേ 2025, അതായത് നമ്മുടെ വേൾഡിനെ പോളിയോ ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. 24th ഒക്ടോബർ ആണ് വേൾഡ് പോളിയോ ഡേ. എൻഡ് പോളിയോ, എവ്രി ചൈൽഡ്, എവ്രി വാക്സിൻ, എവ്രിവെയർ എന്നുള്ളതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെമ്മോയി ടെല്ലിംഗ് മീ മൈ സ്റ്റോറീസ്. കുൻസാങ് ചൂഡൻ മെമ്മോയി ടെല്ലിംഗ് മീ മൈ സ്റ്റോറീസ് എന്ന് പറയുന്നത് റീകൗണ്ടിങ് ഹെർ അൺയൂഷ്വൽ ചൈൽഡ്ഹുഡ് ആൻഡ് ഫാമിലി. അപ്പൊ കുസാങ് ചൂഡന്റെ അൺയൂഷ്വൽ ചൈൽഡ്ഹുഡ് ആൻഡ് ഫാമിലിനെ പറയുന്ന ഒരു ബുക്കാണ്, മെമ്മോയർ ആണ് ടെല്ലിംഗ് മീ മൈ സ്റ്റോറീസ് എന്ന് പറയുന്നത്. കുൻസാങ് ചോഡന്റെയാണ് മീ ആൻഡ് മൈ സ്റ്റോറി എന്ന് പറയുന്ന മെമ്മോയർ എന്ന് പറയുന്നത്. റിവ്യൂ ഓഫ് ആന്തോളജി ദ ഓൺലി സിറ്റി, Bombay in 18 stories, edited by Anindita Ghose. അപ്പൊ റിവ്യൂ ഓഫ് ആന്തോളജി ദ ഓൺലി സിറ്റി, ബോംബെ ഇൻ 18 സ്റ്റോറീസ് എന്ന് പറയുന്നത് അനിന്ദിത ഘോസ് എഡിറ്റ് ചെയ്തിട്ടുള്ള ബുക്കാണ്. നെക്സ്റ്റ്, ജേർണലിസ്റ്റ് ഹരീന്ദ്ര ബവേജയുടെ ന്യൂ ബുക്കാണ് ഷൂട്ട് യു മാഡം. ദേ വിൽ ഷൂട്ട് യു മാഡം എന്ന് പറയുന്നത്. ദേ വിൽ ഷൂട്ട് യു മാഡം, മൈ ലൈഫ് ത്രൂ കോൺഫ്ലിക്റ്റ്. ഓതർ ഹരീന്ദ്ര ബവേജയാണ്. റോളി ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, സബ്കി യോജന സബ്കാ വികാസ് എന്ന് പറയുന്ന ഒരു 2-minute ഫിലിം. സബ്കി യോജന സബ്കി വികാസ് എന്ന് പറയുന്ന, അതായത് ഗ്രാസ് റൂട്ട് പ്ലാനിങ്ങിൽ ജനങ്ങളുടെ ഒരു റോളിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സബ്കി യോജന സബ്കാ വികാസ് എന്ന് പറയുന്ന പബ്ലിക് സർവീസ് അവയർനെസ്സിനായിട്ടുള്ള 2-minute ഷോർട്ട് ഫിലിം റിലീസ് ആയിട്ടുണ്ട്. സബ്കി യോജന സബ്കി വികാസ് എന്ന് പറയുന്നത് ഏകദേശം 6th നവംബർ മുതൽ എന്ത് ചെയ്യാണ്, ഡിഫറെന്റ് തിയേറ്റേഴ്സിൽ, ഇത് സിനിമ തിയേറ്റേഴ്സിൽ ഈ ഒരു 2-minute പബ്ലിക് അവയർനെസ് റീലും കൂടി, പബ്ലിക് അവയർനെസ് ഷോർട്ട് ഫിലിം കൂടിയും വരുന്നതാണ്. ദ ക്യാമ്പയിൻ എയിംസ് ടു പ്രൊമോട്ട് പബ്ലിക് അവയർനെസ്, അതായത് പഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാൻ 2026-27 വർഷത്തെ പഞ്ചായത്ത് ഡെവലപ്മെന്റ് ആൻഡ് പബ്ലിക് അവയർനെസ്സിൽ പീപ്പിളിന്റെ അല്ലെങ്കിൽ കോമൺ പീപ്പിൾസിന്റെ റോളിനെയാണ് ഈ ക്യാമ്പയിൻ വഴി, ഈ 2026-27 വർഷത്തെ പഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാനുകളിൽ കോമൺ പീപ്പിളിന്റെ റോള് അക്നോളജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പബ്ലിക്കിന്റെ റോള് കൂട്ടുന്നതിനുള്ള പബ്ലിക് അവയർനെസ് വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നത്. സബ്കി വികാസ്, സബ്കി യോജന സബ്കി വികാസ്. നെക്സ്റ്റ്, ഋഷികേശ് ബജ്റംഗ് സേതു, India's first
132 മീറ്റർ കേബിൾ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ്? ഋഷികേശിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഏകദേശം 70 കോടി രൂപയാണ് ഇതിന്റെ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 2022 ബജ്രംഗ് സേതു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഉണ്ടാക്കാനായിട്ട് കൺസ്ട്രക്ഷൻ. സോ ഒക്ടോബർ 2025 ഇത് ഓപ്പൺ ആവുന്നത്. സോ ഇറ്റ്സ് ഓൺലി കേബിൾ ബ്രിഡ്ജ്, അതായത് കേബിൾ കൊണ്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഓപ്പൺ ആവുന്നത്. സോ ഇറ്റ് വിൽ ബി ദ ഫസ്റ്റ് കേബിൾ സസ്പെൻഷൻ ബ്രിഡ്ജ് വിത്ത് ഗ്ലാസ് ഫ്ലോറിംഗ്. അപ്പൊ ഗ്ലാസ് ഫ്ലോറിംഗ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഈ ഒരു ബജ്രംഗ് സേതു എന്ന് പറയുന്നത്. The twin towers of glass bridge are modeled after the sanctum of Kedarnath temple. So India's first 132 meter cable glass bridge ഋഷികേശിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിന്റെ പേരാണ് ബജ്രംഗ് സേതു. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ എയർ 2025 റിപ്പോർട്ട് റിലീസ് ആയിട്ടുണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്? ഹെൽത്ത് എഫക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മെട്രിക്സ് ആൻഡ് ഇവാലുവേഷൻ ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് എഫക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് മെട്രിക്സ് ആൻഡ് ഇവാലുവേഷൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ എയർ പൊല്യൂഷൻ കാരണം 2023 2 മില്യൺ ഡെത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ ഏകദേശം 52% ഓഫ് ദി ഗ്ലോബൽ ടോട്ടൽ. 2000 മുതൽ 43% ഈ എയർ പൊല്യൂഷൻ കാരണം ഇന്ത്യയിലെ ഡെത്ത് എന്ന് പറയുന്നത്. സോ 75% ഓഫ് പോപ്പുലേഷൻ ഏകദേശം PM 2.5 എബവ് ലിമിറ്റ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ലിമിറ്റിനേക്കാൾ 75% പോപ്പുലേഷൻ നമ്മൾ എയർ പൊല്യൂഷൻ ശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എയർ പൊല്യൂഷനിലാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. 3rd ഹയസ്റ്റ് ഓസോൺ എക്സ്പോഷർ ആണ് ഇന്ത്യക്ക് ഗ്ലോബലി ലഭിക്കുന്നത്. സോ വേഴ്സ്റ്റ് ഹിറ്റ് സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് UP, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാൾ ആണ്. സോ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്താണ്? ഇൻഡോർ എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നതിനാണ് അല്ലെ. 1600 രൂപ പ്രൊവൈഡ് ചെയ്യുകയും അതിന് ഗ്യാസ് കണക്ഷൻ കൊടുക്കുകയും ഇൻഡോർ എയർ പൊല്യൂഷൻ കാരണമുള്ള അക്യൂട്ട് റെസ്പിറേറ്ററി ഇൽനെസ് റെഡ്യൂസ് ചെയ്യുകയും എല്ലാ വീട്ടിലും ക്ലീൻ കുക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗവർണർ ദേവ്രാജ് ആൻഡ് CM ഫഡ്നാവിസ് ലോഞ്ച് ബുക്ക് മോദി മിഷൻ ഇൻ മുംബൈ. ഓദർ ബർജിസ് ദേശായി ആണ്. രൂപ പബ്ലിക്കേഷൻ ആണ് ബുക്ക്. PM നരേന്ദ്രമോദിയുടെ ക്രോണിക്കിൾസ് ആൻഡ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള കഥകളാണ് ഈ ബുക്കിന്റെ തീം എന്ന് പറയുന്നത്. ക്രോണിക്കിൾസ് PM നരേന്ദ്രമോദിസ് ജേർണി ഫ്രം ഹിസ് ഹംബിൾ ബിഗിനിങ്, അദ്ദേഹത്തിന്റെ ബിഗിനിങ് തൊട്ട് ഹൗ ഹി ബിക്കെയിം ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നുള്ള കഥയാണ് ഈ ഒരു ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ദ ബുക്കർ പ്രൈസ് ഫൗണ്ടേഷൻ പുതിയൊരു ചിൽഡ്രൻ ബുക്കർ പ്രൈസ് എന്ന് പറയുന്ന ചിൽഡ്രൻ ബുക്കർ പ്രൈസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ 8 മുതൽ 12 വരെ വയസ്സുള്ള കുട്ടികൾ എഴുതിയിട്ടുള്ള, അതായത് ദ ന്യൂ ഗ്ലോബൽ അവാർഡ് ഫോർ ഫിക്ഷൻ റിട്ടൺ ഫോർ, അതായത് 8 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഫിക്ഷൻ ബുക്കുകൾക്കാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. സോ 2027 ആദ്യമായിട്ട് ഈ അവാർഡ് കൊടുക്കാനായിട്ട് പോകുന്നത്. സോ ഏതർ ഇംഗ്ലീഷ് ആവാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കുകളാകാം. ഓക്കെ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഫിക്ഷൻ ബുക്കുകൾക്കാണ് ഈ ഒരു പ്രൈസ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, രാഷ്ട്രീയ വിഖ്യാൻ പുരസ്കാർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 കാറ്റഗറിയിലാണ് ഈ അവാർഡ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. വിഖ്യാൻ രത്ന, വിഖ്യാൻ ശ്രീ, വിഖ്യാൻ യുവ ആൻഡ് വിഖ്യാൻ ടീം അവാർഡുകളാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ രാഷ്ട്രീയ വിഖ്യാൻ പുരസ്കാർ നമ്മുടെ സയന്റിഫിക് എക്സലൻസിന് വേണ്ടി പത്മ അവാർഡ് സ്റ്റൈലിൽ നാഷണൽ ലെവലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അവാർഡുകളാണ് ഈ രാഷ്ട്രീയ വിഖ്യാൻ പുരസ്കാർ എന്ന് പറയുന്നത്. ഏകദേശം 24 ഇൻഡിവിജ്വൽസിനും ഒരു ടീം അവാർഡുമാണ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ വിഖ്യാൻ രത്ന പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ ജയൻ വിഷ്ണു നർലിക്കർ ആണ്.
വിഖ്യാൻ രത്ന പ്രൊഫസർ ജയന്ത് വിഷ്ണു നർലിക്കർ, ഫിസിക്സിലാണ് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ പോസ്തുമസ് ബഹുമതിയാണ് ഇദ്ദേഹത്തിനായിട്ടുണ്ടായിരുന്നത്. പോസ്തുമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണാനന്തര ബഹുമതി. സോ വിഖ്യാൻ രത്ന പുരസ്കാരം ഓർത്തു വെക്കുക. വിഖ്യാൻ രത്ന പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ ജയന്ത് വിഷ്ണു നർലിക്കർ. വിഖ്യാൻ ടീം CSIR അരോമ മിഷൻ ടീമാണ്. അഗ്രികൾച്ചർ സയൻസിനാണ് ഇവർക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ പത്മ അവാർഡ്സ് പോലെയാണ് ഈ അവാർഡ് മോഡൽ ചെയ്തിരിക്കുന്നത്. സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷനിൽ മെയിൻ ആയിട്ടുള്ള മേജർ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് ലഭിക്കുന്നത്. സയന്റിസ്റ്റുകള്, ടെക്നോളജിസ്റ്റുകള്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സിൽ നിന്നുമുള്ള കോൺട്രിബ്യൂട്ടേഴ്സ്, ലൈക്ക് ഇവരൊക്കെയാണ് ഇതിൽ എലിജിബിൾ ആവുന്നത്. വിഖ്യാൻ രത്ന, വിഖ്യാൻ ശ്രീ, വിഖ്യാൻ യുവ പുരസ്കാരങ്ങളാണ് കൊടുക്കുന്നത്. വിഖ്യാൻ രത്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണ്. വിഖ്യാൻ ശ്രീ ഡിസ്റ്റിംഗ്വിഷ്ഡ് കോൺട്രിബ്യൂഷൻസ്. വിഖ്യാൻ യുവ 45 വയസ്സിന് താഴെയുള്ള സയന്റിസ്റ്റുകൾക്കാണ്. അപ്പോൾ വിഖ്യാൻ ടീം പുരസ്കാരം ടീം എഫേർട്ടിനാണ് ലഭിക്കുന്നത്. കെമിസ്ട്രി, ബയോളജി, മെഡിസിൻ, എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, എൻവിറോൺമെന്റ്, അറ്റോമിക് എനർജി, സ്പേസ് തുടങ്ങി 13 ഫീൽഡുകളിലാണ് ഈ ഒരു അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, Indian Coast Guard has launched 2 new home-built patrol ships, Ajit and Aparjit. അപ്പൊ ഇന്ത്യയുടെ കോസ്റ്റൽ സേഫ്റ്റിയിലേക്ക് 2 പൊൻതൂവൽ കൂടി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഇസ് അജിത് ആൻഡ് അപർജിത് എന്ന് പറയുന്ന 2 ഹോം ബിൽറ്റ് പെട്രോൾ ഷിപ്പുകളാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അജിത് ആൻഡ് അപർജിത്. സോ ഗോവ ഷിപ്പ് യാർഡ് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. റെഡി. അപ്പൊ ഫ്ലിപ്കാർട്ട് ആൻഡ് പൈൻ ലാബ് അൺവെയിൽ ഭാരത് യാത്ര കാർഡ്. സോ ഈസി ആൻഡ് യൂണിഫൈഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടുകൾക്കായിട്ട് ഫ്ലിപ്കാർട്ടും പൈൻ ലാബും കൂടിയും ഭാരത് യാത്ര കാർഡുകൾ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. സോ പൈൻ ലാബ് ആൻഡ് ഫ്ലിപ്കാർട്ട് ലോഞ്ച് ഫ്ലിപ്കാർട്ട് ഭാരത് യാത്ര കാർഡ്. ഇതൊരു ഡിജിറ്റൽ പ്രീപെയ്ഡ് കാർഡാണ്. അക്രോസ് ഇന്ത്യ ട്രാവൽ പേയ്മെന്റ്സ് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതിന് ഫ്ലിപ്കാർട്ടും പൈൻ ലാബും കൂടിയും കൊളാബറേഷനിൽ കൊണ്ടുവന്നിട്ടുള്ള കാർഡാണ് ഭാരത് യാത്ര കാർഡ് എന്ന് പറയുന്നത്. ക്യാഷ്ലെസ്, കോണ്ടാക്ട്ലെസ് ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. സോ ഡിജിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എല്ലാ ആൾക്കാരെയും ഡിജിറ്റലി ആൻഡ് ഫിനാൻഷ്യലി ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. സോ RBI ഹാക്കത്തോൺ ഹാബിഞ്ചർ 2025, RBIയുടെ ഹാക്കത്തോൺ ആയിട്ടുള്ള RBI ഹാബിഞ്ചർ 2025 സെക്യൂർ ഇൻക്ലൂസീവ് ബാങ്കിങ് സൊല്യൂഷന് വേണ്ടി RBI ഹാബിഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് RBIയിൽ ടോക്കൺ, CBDC ടോക്കണൈസേഷൻ അല്ലെങ്കിൽ അതേപോലെയുള്ള നമ്മുടെ ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക, പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക, ഓൾറെഡി എക്സിസ്റ്റിംഗ് സൊല്യൂഷന് റെമഡി കണ്ടുപിടിക്കുക മുതലായ കാര്യങ്ങൾക്കാണ് RBI ഹാക്കത്തോൺ കൊണ്ടുവന്നിരിക്കുന്നത്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ലോഞ്ച് ഗ്ലോബൽ ഹാക്കത്തോൺ ഹർബിഞ്ചർ 2025 ഇന്നോവേഷൻ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദി എക്സിസ്റ്റിംഗ് സൊല്യൂഷൻ. അതായത് എക്സിസ്റ്റിംഗ് സൊല്യൂഷനിലും ഓൾറെഡി പുതിയ എന്തെങ്കിലും വളരെ സെക്യൂർ ആയിട്ടുള്ള ബാങ്കിങ്, ഇതിനൊക്കെ വേണ്ടി എന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് പ്രൈസ് മണി കൊടുക്കുന്നതിനാണ് RBI ഹാർബിഞ്ചർ 2025 കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് RBIയുടെ 4ാമത്തെ ഗ്ലോബൽ ഹാക്കത്തോൺ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഐഡന്റിറ്റി, സെക്യൂർ ബാങ്കിങ് പവേർഡ് ബൈ ഐഡന്റിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി എന്നുള്ളതാണ് ഇതിന്റെ തീം വരുന്നത്. സോ എമിനന്റ് പ്ലാസ്റ്റിക് സർജൻ K. മാതങ്കി രാമകൃഷ്ണൻ ഇസ് നോ മോർ. അപ്പോൾ പൈനിയർ നമ്മുടെ പ്ലാസ്റ്റിക് സർജറിയിലെ വിദഗ്ധനായിട്ടുള്ള മാതങ്കി രാമകൃഷ്ണൻ അന്തരിച്ചു. സോ ഇദ്ദേഹത്തിന് ഡോക്ടർ BC റോയ് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ അവാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2002 ഇദ്ദേഹത്തിന് ഈ റീകൺസ്ട്രക്റ്റീവ് സർജറിക്കുള്ള അദ്ദേഹത്തിന്റെ മികവിനായിട്ട് 2002 പത്മശ്രീ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഫ്ലാഗ് ഓഫ് ശൗര്യവീർ റൺ ഫോർ ഇന്ത്യ 2025 ഇൻ ന്യൂഡൽഹി. സോ
ഡൽഹി കന്റോൺമെന്റ് ന്യൂഡൽഹിയിലാണ് ഇത് നടന്നത്. ശൗര്യ ദിവസ് ഇൻഫാൻട്രിയുടെ 27th ഒക്ടോബറിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ അന്നേ ദിവസമാണ് ശൗര്യവീർ ഉപേന്ദ്ര ദ്വിവേദി ശൗര്യവീർ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ ഇനോഗ്രേറ്റ്സ് ഡീപ് സീ ഫിഷിംഗ് ബോട്ട്സ് അറ്റ് മസാഗോൺ ഡോക്ക് മുംബൈ. സോ Union Home Minister Amit Shah inaugurates deep sea fishing boat at Mazagon Dock, Mumbai. അപ്പോൾ യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ നമ്മുടെ മാരിടൈം വീക്കിന്റെ ഭാഗമായി മസാഗോൺ ഡോക്കില് പുതിയ ഡീപ് സീ ഫിഷിംഗ് ബോട്ടുകൾ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇനീഷ്യേറ്റീവ് അണ്ടർ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ലോഞ്ച് എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര ഗവൺമെന്റ്, NCDC ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറി ഇവരുടെ അടുത്ത് നിന്നെല്ലാം തന്നെ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് ലീഡ് ഡീപ് സീ ഫിഷിംഗ് കോപ്പറേറ്റീവ് എംപവറിംഗ് ഫിഷിംഗ് cooperatives to access high value marine resources. അപ്പൊ ഹൈ വാല്യൂ വരുന്ന മെറൈൻ റിസോഴ്സസിനെ ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക, ഡീപ് സീ ഫിഷിംഗ്, ഇതൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ള ഭാഗമായിട്ടാണ് ഈ ഡീപ് സീ ഫിഷിംഗ് ബോട്ടുകൾ മസാഗോൺ ഡോക്ക് മുംബൈയിൽ അമിത്ഷാ ഇനോഗ്രേറ്റ് ചെയ്തത്. മഹാരാഷ്ട്ര ഗവൺമെന്റ്, NCDC, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് ഇവരുടെ നിന്നെല്ലാം തന്നെ ഇതിന് സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. അപ്പൊ വാട്ട് ഈസ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന? സോ ഇത് 2020 സെപ്റ്റംബർ 10, 2020 2020 മുതൽ 25 വർഷത്തേക്കായിട്ട് ഇപ്പൊ 2025-26 ഫിനാൻഷ്യൽ ഇയറിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ്, നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് നോഡൽ ഏജൻസി ആക്കി ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇതില് ഇന്ത്യ ഇപ്പൊ നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഫിഷ് പ്രൊഡ്യൂസർ ആണ്. ഏകദേശം 8% ഓഫ് ഗ്ലോബൽ ഷെയർ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റിംഗ് 58 lakh livelihood and empowering 99 അതായത് ഇന്ത്യ ഇപ്പൊ നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഫിഷ് പ്രൊഡ്യൂസർ ആണ്. ഗ്ലോബൽ ഷെയറിന്റെ 8% ഇന്ത്യയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏകദേശം 58 ലക്ഷം ലൈവ്ലിഹുഡ്, 99,018 സ്ത്രീകളെ എന്ത് ചെയ്യുന്നുണ്ട്, എംപവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ആണ് ഓപ്പറേഷൻ സദ്ഭാവന, സ്കിൽ ബേസ്ഡ് വുമൺ എംപവർമെന്റ് പ്രോഗ്രാം ബൈ Kosna Battalion, Assam Rifles under operation of Sadbhavana. So self-reliance and ഒലിയോ ട്രൈബിന്റെ ഇടയിലുള്ള സ്ത്രീകൾക്കുള്ള ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സെൽഫ് റിലയൻസ് വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. സോ ഒലിയോ ട്രൈബിന്റെ ഇടയിൽ സ്ത്രീകളുടെ ഇടയിലുള്ള സ്കിൽ ബേസ്ഡ് വുമൺ എംപവർമെന്റ് പ്രോഗ്രാം ആണ് കോസ്ന ബറ്റാലിയൻ നടത്തിയിട്ടുള്ള, ആസാം റൈഫിൾസിന്റെ കോസ്ന ബറ്റാലിയൻ നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സദ്ഭാവന എന്ന് പറയുന്നത്. യെസ്, സോ നമ്മുടെ എക്സ്ട്രീം പോവർട്ടി ഫ്രീ ആയിട്ടുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിനെയാണ്. CM പിണറായി വിജയൻ വളരെ റീസെന്റ് ആയിട്ടാണ് അത് അനൗൺസ് ചെയ്തത് അല്ലെ. സോ എക്സ്ട്രീം പോവർട്ടി ഫ്രീ സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോഴിക്കോട് ടു ബി ഡിക്ലെയർഡ് എക്സ്ട്രീം പോവർട്ടി ഫ്രീ ഡിസ്ട്രിക്ട്. അപ്പൊ കോഴിക്കോട് കേരളയാണ് എക്സ്ട്രീം പോവർട്ടി ഫ്രീ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. നോ ഫാമിലി ലെഫ്റ്റ് ബിഹൈൻഡ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ്. ഇൻകം, ഷെൽട്ടർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഈ രീതിയിലെല്ലാം തന്നെ എക്സ്ട്രീം പോവർട്ടി എന്നുള്ള കേസിൽ നിന്നും നമ്മുടെ കോഴിക്കോടാണെങ്കിലും കേരളമാണെങ്കിലും മുന്നോട്ട് വന്നിരിക്കുന്നു. സോ എക്സ്ട്രീം പോവർട്ടി തുടച്ചു നീക്കിയിട്ടുള്ള ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണ് കോഴിക്കോട്. 22nd ASEAN സമിറ്റ് ഇന്ത്യയിലാണ്. ASEAN India Summit 2025 26 ഒക്ടോബറിൽ കോലാലംപൂർ മലേഷ്യയിലാണ് നടന്നത്. ഇൻക്ലൂസിവിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ് തീം എന്ന് പറയുന്നത്.
ഫോർത്ത് സൗത്ത് ഏഷ്യൻ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. ഫോർത്ത് സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയാണ് മെഡൽ ടാലിയിൽ ടോപ്പ് വന്നത്. റാഞ്ചി ജാർഖണ്ഡിലാണ്. ബിർസ മുണ്ട ഫുട്ബോൾ സ്റ്റേഡിയം റാഞ്ചി ജാർഖണ്ഡിലാണ് നടന്നത്. ഇന്ത്യയാണ് ടോപ്പ് പൊസിഷൻ. 20 ഗോൾഡ്, 20 സിൽവർ, 18 ബ്രോൺസ്, ടോട്ടൽ 58 മെഡൽസുമായി ഇന്ത്യയാണ് ടോപ്പ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. സെക്കൻഡ് പൊസിഷൻ ശ്രീലങ്കയും തേർഡ് നേപ്പാളും ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് വജ്ര ചന്ദ്രശേഖര വിൻസ് 2025 ലേഗ് വിൻ ഫിക്ഷൻ പ്രൈസ്. അപ്പോൾ വജ്ര ചന്ദ്രശേഖരയാണ് ലേഗ് വിൻ ഫിക്ഷൻ പ്രൈസ് നേടിയിരിക്കുന്നത്. ഈ വിന്നിംഗ് വർക്ക് റേക്സ് ഫോൾ ഇസ് എ ബുക്ക് അബൌട്ട് പവർ. ഏകദേശം $25,000 ആണ്. ഏകദേശം 22 lakh rupees ആണ് ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത്. ഹോണറിംഗ് റൈറ്റേഴ്സ് ഹു ഇമാജിൻ റിയൽ ഗ്രൗണ്ട് ഫോർ ഹോപ്പ്. അപ്പൊ ഫിക്ഷൻ ബുക്കുകൾക്ക് യെസ്, അപ്പോൾ ലേഗ് വിൻ ഫിക്ഷൻ പ്രൈസ് ആണ് ഈ ഒരു അവാർഡ്. ഹോണറിംഗ് റൈറ്റേഴ്സ് ഹു ഇമാജിൻ റിയൽ ഗ്രൗണ്ട്സ് ഓഫ് ഹോപ്പ് എന്നാണ് പറഞ്ഞത്. ഫിക്ഷൻ ബുക്കുകൾക്കാണ് ഈ ഒരു പ്രൈസ് ലഭിക്കുന്നത്. ഇനി നമ്മുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് ചുമതലയേൽക്കാനായിട്ട് പോകുന്നത്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഭൂഷൺ രാമകൃഷ്ണ ഗവായി അല്ലെങ്കിൽ BR ഗവായി ആണ്. അദ്ദേഹത്തിന്റെ ടെന്യൂർ നവംബർ 24 തീയതി അവസാനിക്കുന്നതോടുകൂടിയാണ് ആര് വരുന്നത്, നമ്മുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയി ആര് വരുന്നത്, നമ്മുടെ ജസ്റ്റിസ് സൂര്യകാന്ത് വരാനായിട്ട് പോകുന്നത്. സോ ആർട്ടിക്കിൾ 124 പ്രകാരമാണ് ദ പ്രസിഡന്റ് അപ്പോയിന്റ്സ് എവറി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അതായത് ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അപ്പോയിന്റ്മെന്റിനെ പറ്റി പറയുന്നത്. പ്രസിഡന്റ് ആണ് ചീഫ് ജസ്റ്റിസുമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് 53ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്, ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ് കൊയല ശക്തി പോർട്ടൽ. അപ്പൊ മിനിസ്ട്രി ഓഫ് കോൾ ആണ് കൊയല ശക്തി എന്ന് പറയുന്ന സ്മാർട്ട് കോൾ അനലിറ്റിക്സ് ഡാഷ്ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. യൂണിഫൈഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ റിയൽ ടൈം മോണിറ്ററിംഗ്. അതായത് കോൾ സെക്ടറിലുള്ള റിയൽ ടൈം മോണിറ്ററിംഗിന് വേണ്ടിയിട്ടാണ് യൂണിഫൈഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള കൊയല ശക്തി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷണൽ എഫിഷ്യൻസി സ്ട്രെങ്തൻ ചെയ്യുക, ട്രാൻസ്പെറൻസി ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, കോൾ സപ്ലൈ ചെയിനിലുള്ള കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റ് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ കോൾ സെക്ടർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സോ പ്രൊമോട്ട് എഫിഷ്യൻസി, ട്രാൻസ്പെറൻസി ആൻഡ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് ഇൻ ദി കോൾ സെക്ടർ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ 8th അസംബ്ലി ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിലാണ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. So joint initiative led by India and France during COP21 climate change summit on Paris. International Solar Alliance ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഗുരുഗ്രാം ഹരിയാനയാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പേര് റീനെയിം ചെയ്തിട്ടുണ്ട്. ഛത്രപതി സാംബാജി നഗർ എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട് ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പേര്. So the Aurangabad railway station in Maharashtra inaugurated in 1900. സോ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ ഇപ്പോഴത്തെ പേര് എന്ന് പറയുന്നത് ഛത്രപതി സാംബാജി നഗർ എന്നാണ്. സോ ഇതിന്റെ ഹിസ്റ്ററി ഒന്നും നമുക്ക് അത്ര ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കുക. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പേര് ഇപ്പോൾ ഛത്രപതി സാംബാജി നഗർ ആക്കി എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ഓൺലി വോൾഫ് സാങ്ച്വറി എവിടെയാണ് വരാനായിട്ട് വന്നിട്ടുള്ളത്? മഹ്വാദർ വോൾഫ് സാങ്ച്വറി. മഹ്വാദനർ വോൾഫ് സാങ്ച്വറി ലത്തേർ ഡിസ്ട്രിക്ട് ജാർഖണ്ഡിലാണ് വന്നിട്ടുള്ളത്. സോ എൻറ്റയർലി ഡെഡിക്കേറ്റഡ് ഫോർ വോൾഫുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ആദ്യത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ ഇന്ത്യ ആണ് മഹ്വാദനർ വോൾഫ് സാങ്ച്വറി ലത്തേർ ഡിസ്ട്രിക്ട് ജാർഖണ്ഡ് എന്ന് പറയുന്നത്.
പലമൗ ടൈഗർ റിസർവിന്റെ ഭാഗമാണ് ഈ ഒരു സാങ്ച്വറി എന്ന് പറയുന്നത് കേട്ടോ. സോ ഇന്ത്യൻ ആർമി പ്രൊക്യൂർ ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി മാനുഫാക്ചർഡ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ്. അപ്പൊ DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ പുതിയൊരു സോഫ്റ്റ്വെയർ റേഡിയോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇന്ത്യൻ ആർമി പ്രൊക്യൂർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ആലോചിക്കാം. Next, President Draupadi Murmu become the first Indian president to take sortie in Rafale fighter jet. നമ്മുടെ അംബാല എയർഫോഴ്സ് സ്റ്റേഷൻ ഹരിയാനയിൽ നിന്നുമാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു ഈ ഒരു റാഫേൽ ഫൈറ്റർ ജെറ്റിൽ പറന്നിട്ടുണ്ടായിരുന്നത്. പ്രസിഡന്റ് ഏർലിയർ ഫ്ലൂ സുഖോയ് 30 MKI on April 2023. Former president who took Sukhoi sorties. അപ്പോൾ APJ അബ്ദുൽ കലാം 2006 പ്രതിഭ പാട്ടീൽ 2009 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സുഖോയ് 30 MKI ഫ്ലൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രസിഡന്റ് ദ്രൗപദി മുർമു റാഫേൽ ഫ്ലൈറ്റർ ജെറ്റിൽ ഫ്ലൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കാം. President Draupadi Murmu make history as first Indian president to fly in Rafale fighter jet. So Rafale fighter നമ്മളിപ്പോ ഫ്രാൻസുമായി കരാർ ഉണ്ടാക്കുകയും റാഫേൽ യുദ്ധവിമാനങ്ങൾ നമ്മൾ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സോ റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് ദ്രൗപദി മുർമു മാറിക്കഴിഞ്ഞു. സോ 8th സെൻട്രൽ പേ കമ്മീഷൻ ക്യാബിനറ്റ് 8th സെൻട്രൽ പേ കമ്മീഷന്റെ ടേംസ് ആൻഡ് റെഫറൻസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ 8th പേ കമ്മീഷൻ അപ്രൂവ് ചെയ്തിരിക്കുന്നത് യൂണിയൻ ക്യാബിനറ്റ് ആണ്. ജസ്റ്റിസ് രചന പ്രകാശ് ദേശായി, ചെയർപേഴ്സൺ ജസ്റ്റിസ് രചന പ്രകാശ് ദേശായി ആണ്. 2025 ജാനിലാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 2025 മെമ്പേഴ്സ് എന്ന് പറയുന്നത് പാർട്ട് ടൈം പ്രൊഫസർ പുലക് ഘോഷ് IIM ബാംഗ്ലൂരു, മെമ്പർ സെക്രട്ടറി പങ്കജ് ജെയിൻ പെട്രോളിയം സെക്രട്ടറി ഫംഗ്ഷൻ ആൻഡ് മാൻഡേറ്റ്, റിവ്യൂ പേ ആൻഡ് അലവൻസ് ആൻഡ് പെൻഷൻ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്, ഫിസിക്കൽ പ്രഡൻസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ബാലൻസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 18 monthsനുള്ളിലാണ് എന്ത് വരുന്നത്, ഇതിന്റെ ടെന്യർ വരുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി, ഡിഫൻസ് ഫോഴ്സ്, ഓൾ ഇന്ത്യ സർവീസ് ആൻഡ് യൂണിയൻ ടെറിട്ടറി സ്റ്റാഫ്. സോ ഇതിന്റെ ഉള്ളിലെ കവേഴ്സ് വരുന്നത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി, ഡിഫൻസ് ഫോഴ്സ്, ഓൾ ഇന്ത്യ സർവീസ് ആൻഡ് UT സ്റ്റാഫുകളാണ്. സോ ഇംപ്ലിമെന്റേഷൻ ജനുവരി 2026 മുതലാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ വരുന്നത്. സോ ടൂറിസം വിഷൻ 2029 നമ്മുടെ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ടൂറിസം സെക്ടറിലുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടി, അതായത് 50 വേൾഡ് ക്ലാസ് ടൂറിസം ഡെസ്റ്റിനേഷൻസ് നമ്മുടെ ഇന്ത്യയിലുള്ള ഹെറിറ്റേജ് റിവീൽ ചെയ്യുന്നതിനാവശ്യമുള്ള 50 വേൾഡ് ക്ലാസ് ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആഡ് ചെയ്തിട്ടുള്ള ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് വിഷൻ 2029 എന്ന് പറയുന്നത്. അപ്പോൾ ടൂറിസം ബൂസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ഇന്ത്യയുടെ ഹെറിറ്റേജ് റിവീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ ആൻഡ് വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ് ഉള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വിഷൻ 2029 എന്ന് പറയുന്നത്. കൾച്ചറൽ സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് 3 or 4 ഇയർ കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ റിവീൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ മോഡൽ യൂത്ത് ഗ്രാം സഭ. സോ നാഷൻ വൈഡ് ലോഞ്ച് ഓഫ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് മോഡൽ യൂത്ത് ഗ്രാമസഭ ന്യൂഡൽഹിയിലാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. മിനിസ്റ്റർ ഓഫ് പഞ്ചായത്ത് രാജ് ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് ട്രെയിനിങ് മോഡ്യൂൾ ആൻഡ് മൈ യൂത്ത് ഗ്രാമസഭ പോർട്ടൽ. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പബ്ലിക് ലോക്കൽ ഗവർണൻസ് അവയർനെസ്സിന് വേണ്ടി പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ ആണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. സോ അതിനുവേണ്ടി ഗ്രാമസഭാ സെഷനുകളിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് വികസിത് ഭാരതിൽ കുട്ടികളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയും, അപ്പൊ ഇതൊരു നമ്മളൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ആളാണെന്നും സോ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ പറ്റി എല്ലാവരും അവെയർ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. കൂടാതെ യൂത്തിന് പബ്ലിക്കിനെ പറ്റി അവയർനെസ് ഉണ്ടാക്കുക, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ഒക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീക്കത്തെ CA നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്കിനി അടുത്ത വീക്കിൽ കാണാം. നമ്മുടെ NTPC ബാച്ചിന്റെ കാര്യം മറക്കാതിരിക്കുക. കൂടാതെ എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. സോ എല്ലാവർക്കും താങ്ക് യു.